നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സമചിത്തത എന്ന ഒരു ചെറിയ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു നുറുങ്ങ് ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സമചിത്തത എന്ന വാക്ക് സമം അധികം ചിത്തം എന്നീ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഏത് സന്ദർഭത്തിലും ഒരേപോലെയുള്ള മനോഭാവം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമിതമായി വികാരം കാണിക്കാതിരിക്കാനുള്ള ഒരു മാനസിക നിലയാണിത്. ഒരു ഫിലോസഫിക്കൽ മൈൻഡിൽ എത്തിച്ചേരുമ്പോൾ ആണ് സത്യത്തിൽ നമ്മൾ ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ആളുകളെ നാം പക്വതയുള്ളവർ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് സമചിത്തത ഒരു നല്ല സ്വഭാവവിശേഷണമായി നാം കരുതുന്നു. ഓരോ ദിവസവും നാം ജോലിസ്ഥലത്തും വഴിയിലും സ്വന്തം വീട്ടിലും ഒക്കെ പലവിധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാണ് മുന്നേറുന്നത്. ആ സമയം നാം എടുക്കുന്ന തീരുമാനങ്ങളും കാൽവയ്പ്പുകളും വളരെ പ്രധാനമാണ്. നമ്മോട് ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥൻ ദേഷ്യപ്പെടുമ്പോൾ അത് അന്യായമാണെന്ന് അറിയാമെങ്കിൽ പോലും എങ്ങനെ ഒരാൾ പ്രതികരിക്കും? ഒരു നിമിഷം വരുംവരായികൾ ആലോചിച്ചാൽ തിരിച്ച് അയാൾ ആക്രോശിച്ചതുപോലെ നമുക്ക് തിരിച്ച് ചെയ്യാൻ സാധിക്കില്ലല്ലോ. എന്നാൽ അഭിമാനം ഉള്ളിൽ കിടന്ന് കുത്തുന്നുണ്ടാകാം. പക്ഷേ സമചിത്തത കൈവരിക്കുക. ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏത് വകുപ്പ് ചുമത്തിയും മേലുദ്യോഗസ്ഥന് നമ്മുടെ ജോലി വരെ നഷ്ടമാക്കാനുള്ള കഴിവുണ്ടെന്നും അതിന് സാധ്യതയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മൾ സമചിത്തത പാലിച്ചാൽ പിന്നീട് അയാൾക്ക് തന്നെ ഉള്ളിൽ കുറ്റബോധം തോന്നാം. പിന്നീടുള്ള അയാളുടെ പ്രവൃത്തികൾ അത് നമ്മെ ബോധ്യമാക്കുകയും ചെയ്യും. അവിടെ ആരാണ് സത്യത്തിൽ വിജയിച്ചത്? അതുപോലെ തന്നെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അധ്യാപകൻ സമചിത്തതയോട് പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. അവരോട് കരുണയും സ്നേഹത്തോടും പെരുമാറിയില്ലെങ്കിൽ കുട്ടികൾ സ്വഭാവ രൂപീകരണം തന്നെ ബുദ്ധിമുട്ടിലാക്കും. ചെറിയ തെറ്റിന് അധ്യാപകൻ വലിയ ശിക്ഷ കുട്ടിക്ക് നൽകിയാൽ അവനിൽ കൂടുതൽ കുറ്റവാസന ഉണ്ടാകുകയല്ലാതെ ഒരിക്കലും കുറയുകയില്ല. അധ്യാപകനോട് അവന് പകയും ഉണ്ടാകും. പകരം കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കൂ, വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കളോടും സമചിത്തതയോട് പെരുമാറി അവർക്ക് മാതൃക കാട്ടണം. പഠിക്കാതെ കളിച്ച് നടക്കുന്ന മക്കളെ അടിച്ചു നന്നാക്കാൻ നോക്കാതെ സമചിത്തതയോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി പഠിക്കുന്നതിൻ്റെ ആവശ്യം കുട്ടിയെ ബോധ്യമാക്കണം. അവരോട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകനെ, എന്ത് പ്രശ്നവും നമുക്ക് ഒരുമിച്ച് നേരിടാം. അതിന് അവനെ ഒരു തലോടൽ കൂടൽ കൊടുത്തു നോക്കൂ. മക്കളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ നമ്മൾ കുട്ടികളോട് പ്രതികരിച്ചാൽ അവർ തീർച്ചയായും താന്തോന്നികളായി തീരുകയുള്ളൂ. ശരിയല്ലേ? അങ്ങനെ സൽസ്വഭാവികളായി വളർന്ന് വലിയവരായി തീർന്ന ഒരുപാട് മക്കളും വിദ്യാർത്ഥികളും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ സമചിത്തത അല്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് തിരിച്ചും ഉള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മുതിർന്നവർ അടുത്ത തലമുറയ്ക്ക് തീർച്ചയായും മാതൃകയാവണം. അതുകൊണ്ട് ഒരേ പ്രശ്നത്തിൽ തന്നെ പലർ പല രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ പലതായി തീരുന്നു. അപ്പോഴാണ് സമചിത്തത കൈമുതലാക്കേണ്ടതിൻ്റെ ആവശ്യം നാം മനസ്സിലാക്കുന്നത്. ഏത് സമയത്തും സമചിത്തമായ പ്രതികരണം ഉണ്ടാക്കാൻ നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തണം. അത് ജീവിത വിജയം നേടാൻ നമ്മെ തീർച്ചയായും സഹായിക്കും. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിലുടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും കാണാനിട വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.